നമ്മുടെ ലാരാവലിന്റെ ട്യൂട്ടോറിയലിലെ മൂന്നാമത്തെ വീഡിയോ ആട്ടോ നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ എന്താണ് ലാരാവല്, അതുപോലെ നമ്മുടെ സിസ്റ്റത്തിൽ എങ്ങനെയാണ് ഈ ഒരു ഫ്രെയിം വർക്ക് സെറ്റ് ചെയ്യുന്നതെന്ന് നോക്കി. അപ്പൊ അതിന്റെ അണ്ടറിൽ ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു, ഈ ഒരു ഫ്രെയിം വർക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്രയും ഡിഫിക്കൽട്ട് ആണോ എന്ന്. ഒരിക്കലും അല്ല കേട്ടോ. ഞാൻ പറയുന്നത് വെച്ചിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നതായിരിക്കും. അത്ര ഡിഫിക്കൽട്ടീസ് ഒന്നും ഇല്ല. സാമ്പ് ഇൻസ്റ്റാൾ ചെയ്യുക, നോട്ട് ജെഎസ് ഇൻസ്റ്റാൾ ചെയ്യുക, പിന്നെ ഈ ഒരു ഫ്രെയിം വർക്ക്, ഒരു പുതിയ പ്രൊജക്ട് ക്രിയേറ്റ് ചെയ്യുക, അതിന്റെ ഇൻസ്റ്റാളർ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഒരു 3 സ്റ്റെപ്പിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇൻ കേസ് നിങ്ങൾ പ്രീവിയസ് വീഡിയോ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം, കാർട്ടിലും ആഡ് ചെയ്ത് കൊടുത്തേക്കാം കേട്ടോ. അപ്പൊ നമുക്ക് ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് വരാം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ലാരാവലിന്റെ പ്രൊജക്ട് സ്ട്രക്ചർ കംപ്ലീറ്റ് ആയിട്ട് ചെക്ക് ചെയ്യാൻ പോവാണ്. അതായത് ഒരു ലാരാവൽ പ്രൊജക്ട് എങ്ങനെയാണ് അതിന്റെ ഫയൽസ് ആൻഡ് ഫോൾഡേഴ്സിനെ ഓർഗനൈസ് ചെയ്തിരിക്കുന്നതെന്നാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. സോ ഈ ഒരു വീഡിയോന്റെ എൻഡ് ആകുമ്പോഴത്തേക്കും നിങ്ങളൊരു പുതിയ പ്രൊജക്ട് ക്രിയേറ്റ് ചെയ്യോ അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് പ്രൊജക്റ്റിലേക്ക് പുതിയൊരു ഫീച്ചർ കൊണ്ടുവരികയൊക്കെ ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ട് നിങ്ങളെ ഡിസൈൻ ഫയൽസ് എവിടെയാണ് കൊടുക്കേണ്ടത്, ഡാറ്റാബേസ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഫയൽസ്, ബിസിനസ് ഫയൽസ്, ലോജിക് ഹാൻഡിൽ ചെയ്യുന്ന ഫയൽസ് ഒക്കെ എവിടെയാണ് ആഡ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഓർഗനൈസ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അപ്പൊ നമുക്ക് ഒട്ടും താമസിക്കാതെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് ഒരു ഡിസൈൻ പാറ്റേൺസിലേക്ക് പോകുന്നതിന് മുന്നേ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് MVC ഡിസൈൻ പാറ്റേൺ അല്ലെങ്കിൽ ആർക്കിടെക്ചർ ആണ്. അതായത് ലാരാവെൽ ആണെങ്കിലും PHP ഓൾമോസ്റ്റ് എല്ലാ ഫ്രെയിംവർക്കും ഫോളോ ചെയ്യുന്നത് ഈ ഒരു ഡിസൈൻ പാറ്റേൺ ആണ്. അപ്പൊ MVC എന്ന് പറയുന്നത് സ്പെസിഫിക്കലി ലാരാവെലിനുമായിട്ട് മാത്രം ഡിസൈൻ ചെയ്ത ഒരു ആർക്കിടെക്ചറൽ പാറ്റേൺ ഒന്നുമല്ല. ഇത് ഞാൻ പറഞ്ഞ പോലെ തന്നെ PHP മാത്രമല്ല, ഇപ്പം C++ലും ഒക്കെ ഈ ഒരു പാറ്റേൺ ഫോളോ ചെയ്യുന്നുണ്ട് കേട്ടോ, ജാവയിലൊക്കെ. അപ്പം ഈ ഒരു പാറ്റേണും കൂടെ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ഈ ഫോൾഡർ സ്ട്രക്ചർ ഒന്നും കൂടെ ക്ലിയർ ആവും. അപ്പൊ നമുക്ക് നിങ്ങൾ ഈ ഒരു ഡയഗ്രം നോക്കിക്കോ. അപ്പം ഈ ഒരു MVC പാറ്റേണിന്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഡെവലപ്പേഴ്സ് അവരുടെ കോഡ് റിലയബിൾ ആയിട്ട് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് കൂടുതൽ മെയിൻറ്റൈനബിൾ ആയിട്ടുള്ള കോഡ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും, അതുപോലെ തന്നെ മൾട്ടിപ്പിൾ ഡെവലപ്പേഴ്സിന് സൈമൾട്ടേനിയസ് ആയിട്ട് ഒരേ ഫീച്ചറിൽ വർക്ക് ചെയ്യാനൊക്കെ ഈ ഒരു MVC പാറ്റേൺ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പം ഈ ആർക്കിടെക്ചറൽ പാറ്റേൺ നമ്മുടെ ഒരു ലാരാവലിന്റെ ഒരു ആപ്ലിക്കേഷനെ ഇന്റർകണക്റ്റഡ് ആയിട്ടുള്ള 3 കോമ്പോണൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതാണ് നമ്മൾ ഈ സ്ക്രീനിൽ കാണുന്നത്. അതിന്റെ എക്സ്പാൻഷനും അത് തന്നെയാണ്. MVC എന്ന് പറഞ്ഞ മോഡൽ വ്യൂ കൺട്രോളർ. നമുക്ക് മോഡലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇതെന്ന് പറയുന്നത് ഡാറ്റ ലെയർ എന്നാണ് കേട്ടോ ഈ ഒരു നമ്മുടെ ആപ്ലിക്കേഷന് പറയുന്നത്. ഞാൻ തിയറിറ്റിക്കലി പറയാതെ ഒന്നും കൂടി പ്രാക്ടിക്കൽ ആയിട്ട് പറയുവാണെങ്കിൽ, ഇപ്പൊ നമ്മുടെ ആപ്ലിക്കേഷന്റെ ബാക്ക് എൻഡ് പോർഷനിലെ, അതായത് നമ്മൾ ആക്ച്വൽ ബിസിനസ് കേസ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്, ഡാറ്റാബേസ് ക്വറീസ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്, അതായത് ഡാറ്റാബേസുമായിട്ടുള്ള ഇന്ററാക്ഷൻസ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഡാറ്റ സ്ട്രക്ചേഴ്സിനെ ഡിഫൈൻ ചെയ്യുന്നതും അതിന്റെ വാലിഡേഷൻസ് സെറ്റ് ചെയ്യുന്നതും, നമ്മുടെ ബിസിനസ് ലോജിക്ക് ഡിഫൈൻ ചെയ്യുന്നതും അതിന്റെ വാലിഡേഷൻസ് സെറ്റ് ചെയ്യുന്നതും, ഡാറ്റ റീട്രൈവൽ റിലേറ്റ് ചെയ്തിട്ടുള്ള കോഡും ഒക്കെ കൊണ്ടുപോയി ഇടുന്നത് ഈ ഒരു മോഡലിലായിരിക്കും. അപ്പം ഡാറ്റ ലെയർ എന്ന് പറയാനുള്ള റീസണും ഇത് തന്നെയാണ്. ഒരു ബിസിനസ് ലോജിക്സ് ഹാൻഡിൽ ചെയ്യുന്നത് ഈ ഒരു മോഡലിന്റെ പോർഷനിലാണ്. അപ്പം ഏറ്റവും സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ, ഇപ്പൊ നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ ഫെച്ച് ചെയ്യണം, യൂസർ ഡീറ്റെയിൽസ് കിട്ടണം, പ്രൊഡക്റ്റ് ഡീറ്റെയിൽസ് കിട്ടണം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നമ്മുടെ ഈ ഒരു ആപ്ലിക്കേഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള ഡാറ്റ ഫെച്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു മോഡലിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും അത് വർക്ക് ചെയ്യുന്നത്. ഇനി രണ്ടാമത്തതെന്ന് പറയുന്നത് കൺട്രോളർ ആണ്. ഈ വ്യൂവിന്റെയും മോഡലിന്റെയും ഇടയിൽ വരുന്ന ഒരു മിഡിൽമാൻ ആണ് ഈ കൺട്രോളർ എന്ന് പറയാം. അതായത് ഫസ്റ്റ് ടൈം നിങ്ങളിപ്പോൾ ഒരു ആപ്ലിക്കേഷൻ ലോഡ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു റിക്വസ്റ്റ് പോകുന്നത് ഈ ഒരു കൺട്രോളറിലേക്കായിരിക്കും. എല്ലാ പ്രാവശ്യം യൂസറിന്റെ റിക്വസ്റ്റും ഇൻപുട്സും വരുന്നത് ഈ കൺട്രോളറിലേക്കായിരിക്കും. കൺട്രോളർ ആണ് ഡിസൈഡ് ചെയ്യുന്നത് നമ്മൾ നെക്സ്റ്റ് പറയാൻ പോകുന്ന ഏത് വ്യൂ ആണ് ലോഡ് ചെയ്യേണ്ടതെന്ന്. കൺട്രോളർ ആണ് മോഡലിൽ നിന്ന് ഡാറ്റ ഫെച്ച് ചെയ്തിട്ട് കൊണ്ടുവന്ന് ഈ ഒരു വ്യൂവിന് കൊടുക്കുന്നത്. അപ്പൊ ഇതിന്റെ തമ്മിൽ ഇടയ്ക്കുള്ള ഒരു മിഡിൽമാൻ ആണ്. വ്യൂവിന്റെയും കൺട്രോളറിന്റെയും മോഡലിന്റെയും കൂടെ ഇടയിൽ ആക്ട് ചെയ്യുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ കോർഡിനേറ്റ് ചെയ്യുന്ന ആളാണ് ഈ ഒരു കൺട്രോളേഴ്സ് എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തത് വ്യൂ ആണ്. വ്യൂ എന്ന് പറയുന്നത് പ്രസന്റേഷൻ ലെയർ ആണെന്നാ പറയുന്നത്. അതായത് നമ്മൾ യൂസേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ യൂസേഴ്സ് എന്താണോ കാണുന്നത്, അവരെന്തുമായിട്ടാണോ ഇന്ററാക്ട് ചെയ്യുന്നത്, അതെല്ലാം വരുന്നത് ഈ വ്യൂവിന്റെ പോർഷനിലായിരിക്കും. അതായത് നിങ്ങളുടെ HTML ടെംപ്ലേറ്റ്സും CSS സ്റ്റൈലിങ്ങും പിന്നെ ഇന്ററാക്ഷൻ വേണ്ടിയിട്ട് നമ്മൾ ആഡ് ചെയ്യുന്ന ജാവാസ്ക്രിപ്റ്റിന്റെ കോഡും, അതായത് നമ്മുടെ ഓവറോൾ ആക്ച്വൽ യൂസർ ഇന്റർഫേസ് നമ്മൾ കൊണ്ടുവന്നിടുന്നത് ഈ ഒരു വ്യൂവിന്റെ പോർഷനിലായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയില്ലേ? വ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഡംബ് ആയിട്ടുള്ള ഒരു പോർഷൻ ആണെന്ന് പറയാം. അതായത് ഇവിടെ നമ്മൾ കോംപ്ലക്സ് ആയിട്ടുള്ള ബിസിനസ് ലോജിക്സ് ഒന്നും ഹാൻഡിൽ ചെയ്യില്ല. ഇവിടെ ജസ്റ്റ് എന്താണോ നമുക്ക് മോഡലിൽ നിന്ന് കിട്ടുന്ന ഡാറ്റ അത് യൂസറിന് പ്രസന്റ് ചെയ്യുന്ന പോർഷൻ ആണ്, അല്ലെങ്കിൽ യൂസറിന് നമ്മുടെ ബിസിനസ്സുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു വേ ആണ് വ്യൂ എന്ന് പറയുന്നത്.
ഇനി ഒരു 3 പോർഷനും കൂടെ കമ്പൈൻ ചെയ്തിട്ട് എങ്ങനെയാ വർക്ക് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. അതായത് ഫസ്റ്റ് ടൈം ഒരു യൂസർ നമ്മുടെ വെബ്സൈറ്റ് ലോഡ് ചെയ്യുന്ന സമയത്ത് ആ റിക്വസ്റ്റ് നേരെ പോകുന്നത് ഈ ഒരു കൺട്രോളറിലേക്കായിരിക്കും. അപ്പൊ കൺട്രോളർ ആണ് ഡിസൈഡ് ചെയ്യുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഏതാണ് അതിനകത്ത് എഴുതിയിരിക്കുന്ന ഒരു കൺട്രോളർ കോഡായിരിക്കും ഫസ്റ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഡെവലപ്പേഴ്സിന്റെ പെർസ്പെക്റ്റീവ് എന്ന് പറയുവാണെങ്കിൽ അപ്പൊ കൺട്രോളർ ആണ് ഏത് വ്യൂ ആണ് നെക്സ്റ്റ് ലോഡ് ചെയ്യേണ്ടത് ഡിസൈഡ് ചെയ്യുന്നത്. ചിലപ്പോൾ വ്യൂ ഡയറക്റ്റ് ആയിട്ട് ലോഡ് ചെയ്യായിരിക്കില്ല, ഫസ്റ്റ് ലോഡ് ചെയ്യുമായിരിക്കില്ല ചെയ്യുന്നത്. അതിനു മുന്നേ എന്തെങ്കിലും ഡാറ്റാബേസ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഡീറ്റെയിൽസ് കിട്ടണമായിരിക്കും. ഇപ്പൊ ലോഗിൻ ചെയ്ത യൂസറിനെ ബേസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഒക്കെ ഡാറ്റാസ് ഫെച്ച് ചെയ്യണമായിരിക്കും. അപ്പൊ എന്തെങ്കിലും ബിസിനസ് റിലേറ്റ് ചെയ്തിട്ടുള്ള ആക്ടിവിറ്റീസ് എന്ത് ചെയ്യണമായിരിക്കും ഈ ഒരു വ്യൂ ലോഡ് ചെയ്യുന്നതിന് മുന്നേ ചെയ്യണമായിരിക്കും. അതുപോലെ വേറെ റൗട്ട്സിലേക്കൊക്കെ നമ്മൾ വിസിറ്റ് ചെയ്യുമ്പോഴും ഈ കൺട്രോളർ ത്രൂ ആണ് കേട്ടോ പോകുന്നത്. നമ്മൾ ഫസ്റ്റ് ടൈം ലോഡ് ചെയ്യുമ്പോൾ കൺട്രോളറിൽ വന്നു, കൺട്രോളർ ചെക്ക് ചെയ്തു മോഡലിൽ റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ആക്ടിവിറ്റീസ് വേണമെന്ന്. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ മോഡലിൽ പോയിട്ട് നമ്മൾ ആ ഡീറ്റെയിൽസ് ഒക്കെ ഫെച്ച് ചെയ്ത് ഫൈനലി നമ്മൾ എന്ത് ചെയ്യും, യൂസറിന് ഈ വ്യൂ കാണിച്ചു കൊടുക്കും. അപ്പം യു ഐ ബേസ് ആയിട്ടുള്ള കോഡ് നമ്മൾ വ്യൂവിൽ എഴുതും. അതുപോലെ തന്നെ എന്താ പറയുക ഡാറ്റാബേസുമായിട്ടുള്ള കണക്ഷനും അങ്ങനത്തെ റിലേറ്റ് ചെയ്തിട്ടുള്ള കോഡ് നമ്മൾ മോഡലിൽ എഴുതും. പിന്നെ യൂസർ റിക്വസ്റ്റിനെ കൺട്രോൾ ചെയ്യുന്നത് ഒരു കൺട്രോളർ ത്രൂ ആയിരിക്കും. ഈ ഒരു ഡിസൈൻ പാറ്റേൺ ആണ് അപ്പം ഈ ഒരു ലാരാവെൽ ഫോളോ ചെയ്യുന്നത്. ഇനി നമുക്ക് ലാരാവെലിന്റെ പ്രോജക്ട് സ്ട്രക്ചറിലേക്ക് വരാം. അപ്പൊ ലാരാവെൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് ഈ ഒരു MVC പാറ്റേൺ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. MVCക്ക് അപ്പുറത്തേക്ക് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടാണ് അവർ എന്ത് ചെയ്തിരിക്കുന്നത്, ഈ ഒരു ഫയൽസിനെ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. അതായത് അഡീഷണൽ ആയിട്ട് ഇപ്പം റൗട്ടിംഗ് റിലേറ്റ് ചെയ്തിട്ടുള്ളത്, മിഡിൽ വേസ്, സർവീസ് പ്രൊവൈഡേഴ്സ്, നമ്മൾ അപ്കമിങ് വീഡിയോസ് നിങ്ങൾക്ക് മിഡിൽ വേസിനെ കുറിച്ചൊന്നും അറിയില്ലെങ്കിലും കുഴപ്പമില്ല, എല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കൂട്ടോ, ക്യാഷിങ്ങും ഒക്കെ. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ച് ബെറ്റർ ആയിട്ട് ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് അറിയാവുന്ന ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം നോക്കാം. അത് കഴിഞ്ഞ് ക്യാഷിങ്ങും മിഡിൽ വേസ് ഒക്കെ ആ ടോപ്പിക്ക് എത്തുമ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ നമുക്ക് ഈ ഒരു എന്താ പറയുക ഒരു ടിപ്പിക്കൽ ലാരാവെൽ പ്രൊജക്ട് ഒന്ന് എങ്ങനെയാണ് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് എക്സ്പ്ലോർ ചെയ്യാം. ഫസ്റ്റ് ഞാൻ പറയാൻ പോകുന്നത് ഈ ഒരു കമ്പോസർ ഡോട്ട് JSON ഫയൽ ആയിട്ടോ. അതായത് ഈ കമ്പോസർ ഡോട്ട് JSON ഫയൽ നമുക്ക് ബേസിക്കലി രണ്ട് കാര്യങ്ങൾ തരുന്നുണ്ട്. ഒന്ന് നമ്മുടെ ഡിപ്പെൻഡൻസി ഡീറ്റെയിൽസും അതുപോലെ തന്നെ പ്രൊജക്ടിന്റെ ഡീറ്റെയിൽസും. അപ്പൊ പ്രൊജക്ടിന്റെ ഡീറ്റെയിൽസ് എന്താന്ന് നോക്കി ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കാണാം നമ്മുടെ പ്രൊജക്ടിന്റെ നെയിം, നമ്മൾ യൂസ് ചെയ്യുന്ന PSPന്റെ വേർഷൻ, ലാരാവെലിന്റെ വേർഷൻ, അതുപോലെ തന്നെ ഓട്ടോലോഡ് ആയിട്ട് വരുന്ന ഫയൽസ്, ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ഇവിടുന്ന് കാണാം. ഇവിടെ കണ്ടില്ലേ, ഇത്രയും ഡീറ്റെയിൽസ് ആയിരിക്കും ഉള്ളത്. പ്രൊജക്ട് ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും. ഇനി രണ്ടാമത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡിപ്പെൻഡൻസി ഡീറ്റെയിൽസ് ആണ് കിട്ടുന്നത്. ഡിപ്പെൻഡൻസി എന്ന് പറഞ്ഞാൽ ഇപ്പൊ ലാരാവെൽ മാത്രമല്ല ഏതൊരു ഫ്രെയിം വർക്ക് ആണെങ്കിലും ഇന്റേണലി കുറച്ച് ലൈബ്രറീസ് യൂസ് ചെയ്യുന്നുണ്ടാവും അവരുടെ ഇന്റേണൽ വർക്കിങ്ങിന് വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ ഫസ്റ്റ് ടൈം ഒരു പ്രൊജക്ട് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് എന്തായിരിക്കും അവർ ഇന്റേണലി യൂസ് ചെയ്യുന്ന പ്രൊജക്ടിന്റെ ഡിപ്പെൻഡൻസീസ് എല്ലാം ഈ ഒരു പോർഷനിൽ അവർ ലോഡ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ഇത് കൂടാതെ നമ്മളും നമ്മുടെ റിക്വയർമെന്റിനനുസരിച്ച് നമ്മൾ പ്രൊജക്ട് ഗ്രോ ചെയ്യുമ്പോഴും നമ്മുടെ പ്രൊജക്ടിന്റെ റിക്വയർമെന്റിനനുസരിച്ചിട്ട് എക്സ്റ്റേണൽ ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ലൈബ്രറീസും ഈ ഒരു പ്രൊജക്റ്റിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ടാവും. ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് PDF ഫയൽസ് ജനറേറ്റ് ചെയ്യേണ്ടി വരും, എക്സൽ ഷീറ്റ് ജനറേറ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ ഇതിനൊക്കെ നമ്മളിപ്പോ TC PDF ഒക്കെ ഇല്ലേ, അപ്പൊ ഇതൊക്കെ നമ്മൾ എക്സ്റ്റേണൽ ലൈബ്രറീസ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ആ ഡിപ്പെൻഡൻസിയും വന്നിട്ട് ഈ ഒരു പോർഷനിൽ ലിസ്റ്റ് ആവട്ടോ. അപ്പൊ ഇതുപോലെ പ്രൊജക്ട് ആൻഡ് ഡിപ്പെൻഡൻസി ഡീറ്റെയിൽസ് തരുന്നതാണ് ഒരു കമ്പോസർ ഡോട്ട് JSON ഫയല്. ഇനി രണ്ടാമത്തത് വെൻഡർ ഫോൾഡർ ആണ്. ഈ വെൻഡർ ഫോൾഡറിന്റെ അകത്താണ് ആക്ച്വലി ഈ ലൈബ്രറിന്റെ കോഡ് ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ടാവുക. അതായത് ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ ഈ ഒരു ലാരാവെൽ പ്രൊജക്ട് ഇന്റേണലി യൂസ് ചെയ്യുമ്പോൾ ലാരാവെൽ മാത്രമല്ല, ഇതിപ്പോ കോർഡിനേറ്റർ ആണെങ്കിലും PSP ആണെങ്കിലും വേഡ്പ്രസ് ആണെങ്കിലും ഏതൊരു PSP റിലേറ്റ് ചെയ്തിട്ടുള്ള ഫ്രെയിം വർക്ക്സ് ആണെങ്കിലും ഇന്റേണലി ഈ ലൈബ്രറീസ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ലൈബ്രറിന്റെ ആക്ച്വൽ കോഡ് വരുന്നത് എവിടെയായിരിക്കും, ഈ ഒരു വെൻഡർ ഫോൾഡറിലായിരിക്കും. അപ്പൊ ഇതൊരു കമ്പോസർ ഡിപ്പെൻഡൻസി ഡീറ്റെയിൽസ് ആണ്. നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഈ ഫയൽസും ഫോൾഡേഴ്സ് ഒന്നും ടച്ച് ചെയ്യോ മോഡിഫൈ ഒന്നും സാധാരണ ചെയ്യാറില്ല കേട്ടോ. അത്രയും സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലും ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇത് ഈ ഒരു കമ്പോസർ ഫയലിൽ ലിസ്റ്റ് ചെയ്യാത്ത ഒരു ഇന്റേണൽ ലൈബ്രറീസും കൂടെ നമുക്ക് ഇതിൽ കാണാം. കമ്പോസറിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മാക്സിമം ഒരു 7 ഡിപ്പെൻഡൻസി അല്ലേ കാണുന്നുള്ളൂ. അപ്പൊ അതിലും കൂടുതൽ ഉണ്ടാവും ഈ ഒരു വെൻഡേഴ്സിൽ. എല്ലാ ഇന്റേണൽ ലൈബ്രറീസും ഈ ഒരു ഏരിയയിലായിരിക്കും ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവുക. ഇനി നമ്മുടെ ഒരു പ്രൊജക്ടിന്റെ കോർ ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ആപ്പ് ഫോൾഡർ ആണ് കേട്ടോ. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു MVC പാറ്റേണിന്റെ മോഡലും വ്യൂവും റിലേറ്റ് ചെയ്തിട്ടുള്ള ഫോൾഡേഴ്സ് ആൻഡ് ഫയൽസ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് ഈ ഒരു ആപ്പ് ഫോൾഡറിന്റെ അകത്താണ്. ഫസ്റ്റ് HTTP കൺട്രോളേഴ്സിന്റെ അകത്ത് കൺട്രോളർ ഫയൽസ് ഉണ്ടാവും. മോഡൽസിന്റെ അകത്ത് നമ്മൾ മോഡൽ അതായത് ഡാറ്റാബേസ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഫയൽസ് ഒക്കെ സ്റ്റോർ ചെയ്യും. ബിസിനസ് ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ ആയിരിക്കും ഹാൻഡിൽ ചെയ്യുന്നത്. ഇനി ഇത് കൂടാതെ നമ്മൾ ഇനി പഠിക്കുന്ന ക്യാഷിംഗ് ആണെങ്കിലും സർവീസ് പ്രൊവൈഡർ ഡീറ്റെയിൽസ് ഒക്കെ ഈ ഒരു ആപ്പിലായിക്കൊണ്ട്
ഉണ്ടാവുക. അത് ചിലപ്പം ഇൻഡെപ്ത് ഇപ്പൊ നിങ്ങൾക്ക് അറിയണമെന്നില്ല, എന്താ പറയാ, അത് കുഴപ്പമില്ല. നമ്മൾ അതൊക്കെ എത്തുമ്പോൾ മിഡിൽ വെയർസ്, ഇപ്പൊ യൂസർ ഒതന്റിക്കേഷൻ ഒക്കെ ഹാൻഡിൽ ചെയ്യുന്ന മിഡിൽ വെയർസ് ഒക്കെ ഇല്ലേ, അതായത് ഇപ്പം എന്തെങ്കിലും ഒരു യൂസർ ഫസ്റ്റ് ടൈം ലോഗിൻ ചെയ്യുക, അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് യൂസർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ മീൻസ് യൂസർ നെയിമും പാസ്വേഡ് ഒക്കെ ഓൾറെഡി സേവ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഡാഷ്ബോർഡിലേക്ക് പോകും, അല്ലെങ്കിൽ ലോഗിനിലേക്ക് റീഡയറക്ട് ചെയ്യും. ഇപ്പൊ സെക്യൂർഡ് ആയിട്ടുള്ള ഏതെങ്കിലും റിസോഴ്സസ് ഒക്കെ ആക്സസ് ചെയ്യുന്ന സമയത്ത് ലോഗിൻ ചെയ്തിട്ടുണ്ടോ എന്ന് വെരിഫൈ ചെയ്യും. അതായത് ഇപ്പൊ നമ്മളൊരു വെബ്സൈറ്റ് എടുക്കുകയെന്ന് വിചാരിച്ചോ, ഇപ്പൊ നൈക്കേന്റെ വെബ്സൈറ്റ് എടുക്കാം. നമുക്ക് എല്ലാ അവരുടെ URLസും അല്ലെങ്കിൽ എല്ലാ പേജസും നമുക്ക് ലോഗിൻ ചെയ്യാതെ ആക്സസ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ചില പേജസ്, ഇപ്പം അവരുടെ എന്താ പറയാ ഹോം പേജ്, അങ്ങനത്തെ പേജസ് ഒക്കെ ലോഗിൻ ചെയ്തില്ല എന്നുണ്ടെങ്കിലും നൈക്ക വെബ്സൈറ്റിൽ പോകുമ്പോൾ നമുക്ക് കാണാം. പക്ഷെ എന്തെങ്കിലും ഒരു പേയ്മെന്റ് ഒക്കെ ചെയ്യേണ്ടി വരുമ്പോൾ നമ്മൾ മസ്റ്റ് ആയിട്ടും, അതായത് കാർട്ടിലേക്ക് പ്രൊഡക്റ്റ് ആഡ് ചെയ്യുന്നതും ആഡ് ചെയ്തിട്ട് ആ പ്രൊഡക്റ്റ് പേയ്മെന്റ് ചെയ്യേണ്ടതൊക്കെ വരുമ്പോൾ നമ്മൾ ലോഗിൻ ചെയ്യണം അല്ലെ. ഇതുപോലെ സെക്യൂർ ആയിട്ടുള്ള റിസോഴ്സസിനെയും URLസിനെയൊക്കെ ആക്സസ് ചെയ്യുമ്പോൾ നമ്മൾ അതിനെയൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും മിഡിൽ വെയറിന് അതിനപ്പുറത്തേക്കും യൂസ് കേസസ് ഉണ്ട്. ഞാനൊരു സിമ്പിൾ യൂസ് കേസ് പറഞ്ഞതാണ്. അപ്പൊ അതൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. അതൊക്കെ നമ്മൾ അപ്കമിങ് വീഡിയോസിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കും, എങ്ങനെയാ മിഡിൽ വെയറും ക്യാഷിംഗ് ഒക്കെ സെഷനൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യുന്നതെന്ന് ജസ്റ്റ് പറഞ്ഞത്. അപ്പൊ ഇതുപോലെ ആയിട്ടുള്ള ആക്ടിവിറ്റീസിന്റെ ഫയൽസും കോഡൊക്കെ ആയിരിക്കും എവിടെ വരുന്നത്, ഈ ഒരു ആപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഫോൾഡറിൽ വരുന്നത്. ഇനി അടുത്തത് റിസോഴ്സ് ഫോൾഡർ ആണ്. അതായത് നമ്മൾ MVCന്റെ കേസിൽ മോഡലും കൺട്രോളറും ആപ്പിൽ വരും എന്ന് പറഞ്ഞല്ലേ. മൂന്നാമത്തെ എന്താ, വ്യൂസ് ഉണ്ടല്ലേ. അപ്പൊ വ്യൂ വരുന്നത് ഈ ഒരു റിസോഴ്സസ് എന്ന് പറഞ്ഞിട്ടുള്ള ഫോൾഡറിലാണ്. അപ്പൊ ഇവിടെയാണ് നമ്മുടെ സ്റ്റൈൽ, CSS, അതുപോലെ തന്നെ ജാവാസ്ക്രിപ്റ്റ്, അതുപോലെ തന്നെ ടെംപ്ലേറ്റ് ഫയൽസ്. ഇപ്പൊ എത്ര വ്യൂസ് ഉണ്ടോ നമ്മുടെ സിസ്റ്റത്തിൽ, നമ്മുടെ പ്രൊജക്റ്റിൽ ആ വ്യൂസ് എല്ലാം ലോഡ് ചെയ്യുന്നത് എവിടെയായിരിക്കും, ഇവിടെ. ഇപ്പം ഒരു പ്രൊജക്റ്റ് ലോഡ് ചെയ്ത് വരുമ്പോൾ ഡിഫാൾട്ട് ആയിട്ട് ഒരു സിംഗിൾ വ്യൂ ഉള്ളൂ. നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ ഈ ഒരു welcome.blade.php ഫയല് എഡിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം റിസോഴ്സസ് ആണ് അടുത്തത്. നെക്സ്റ്റ് കോൺഫിഗറേഷന്റെ ഫോൾഡർ ആണ്. കോൺഫിഗറേഷൻ ഫോൾഡറിലാണ് ഈ പ്രൊജക്ടിന്റെ എല്ലാ കോൺഫിഗറേഷൻ ഡീറ്റെയിൽസും, ഇപ്പോൾ ഡാറ്റാബേസിന്റെ കോൺഫിഗറേഷൻ ആണെങ്കിലും, അല്ലെങ്കിൽ സെഷന്റെ കോൺഫിഗറേഷൻ ആണെങ്കിലും, ക്യാഷിന്റെ കോൺഫിഗറേഷൻ, ഇങ്ങനെ എല്ലാ കോൺഫിഗറേഷൻ ഫയൽസും ഈ ഒരു ഇതിനകത്ത് ഉണ്ടാവുക. നിങ്ങൾക്ക് ഇപ്പം എക്സ്റ്റേണലി എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്യണമെങ്കിലും ഈ ഒരു കോൺഫിഗിന്റെ അകത്ത് ഫയൽ ക്രിയേറ്റ് ചെയ്താൽ മതി കേട്ടോ. അതൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കും. പിന്നെ അതുപോലെ പബ്ലിക് ഫോൾഡർ ഉണ്ട്. പബ്ലിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം എന്തെങ്കിലും പ്രോജക്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള അസറ്റ്സ്, ഇപ്പം ഇമേജസ്, അങ്ങനത്തെ അസറ്റ്സ് സ്റ്റോർ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ പ്രൊജക്ടിന്റെ ഏതൊരു പ്രൊജക്ടിന്റെ ആണെങ്കിലും എൻട്രി പോയിന്റ് എന്ന് പറയുന്നത് index.php ഫയൽ ആയിരിക്കും. അതിപ്പോ നിങ്ങൾ സെന്റിന്റെ ഫ്രെയിം വർക്ക് എടുത്താലും കോർഡിനേറ്റർ എടുത്താലും എല്ലാ ഫ്രെയിം വർക്കിനും ഒരു index.php ഫയൽ ഉണ്ടാവും. അപ്പം ഇതിന്നായിരിക്കും പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ കൺട്രോളറിലേക്കും വ്യൂവിലേക്കും മോഡലിലേക്കും ഒക്കെ റിക്വസ്റ്റ് പാസ് ചെയ്തു പോകുന്നത്. അതായത് ഇതായിരിക്കും ഈ ഒരു പ്രൊജക്ടിന്റെ ഏറ്റവും സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ഈ ഒരു ഫയലായിരിക്കും. ഓക്കെ, അപ്പം ഇതെല്ലാം ഉണ്ടാവുന്നത് എവിടെയായിരിക്കും, ഈ ഒരു പബ്ലിക്കിന്റെ അകത്തായിരിക്കും. ഇത് കൂടാതെ ST ആക്സസ് ഫയൽ ഉണ്ട്. നമ്മുടെ സെർവർ കോൺഫിഗറേഷൻസ് ഒക്കെ സെറ്റ് ചെയ്യുന്നത്, ഇപ്പൊ പോർട്ടും ഡീറ്റെയിൽസ് ഒക്കെ സെറ്റ് ചെയ്യുന്നത് ഈ ഒരു ST ആക്സസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഫയലിലായിരിക്കും കേട്ടോ. ഇതാണ് പബ്ലിക് ഫോൾഡർ ഡീറ്റെയിൽസ്. അടുത്തത് സ്റ്റോറേജിന്റെ ഡീറ്റെയിൽസ് ആണ്. അതായത് സ്റ്റോറേജ് എന്ന് പറഞ്ഞിട്ടുള്ള ഫോൾഡർ ആണ്. അപ്പം ഈ ഫോൾഡർ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള എക്സ്റ്റേണൽ ലൈബ്രറീസ് അല്ലേ, ഇപ്പം എന്തെങ്കിലും PDF വേണ്ടിയിട്ടോ എക്സലിന് വേണ്ടിയിട്ടൊക്കെ അല്ലെ എന്തെങ്കിലും ഒരു ഇത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, അത് റിലേറ്റ് ചെയ്തിട്ട് ഉള്ള ഫയൽസ് വരുന്നത് ഇവിടെയായിരിക്കും. അതുപോലെ ഇപ്പൊ നമ്മളിവിടെ കാണും നമ്മുടെ പ്രൊജക്ടിന്റെ ലോഗ് വരുന്നത്, എറർ ചെക്കിന് വേണ്ടിയിട്ടുള്ള ഡീറ്റെയിൽസ് വരുന്നത്, ക്യാഷിങ്ങിന്റെ ഡീറ്റെയിൽസ് വരുന്നത് ഒക്കെ എന്തായിരിക്കും, ഈ ഒരു പോർഷനിലായിരിക്കും വരുന്നത്. എല്ലാ ഫയൽസും സ്റ്റോർ ചെയ്യുന്നത് ഈ ഒരു സ്റ്റോറേജിലായിരിക്കും. അപ്പം മെയിൻ ആയിട്ട് ഡിബഗിങ് ഒക്കെ വരുമ്പോൾ നമുക്ക് ഈ ഒരു പോർഷൻ നോക്കാം. അടുത്തത് ഓട്ടോമേഷൻ ടെസ്റ്റിന്റെ ഇതാണ്. അപ്പൊ നമ്മൾ ഇപ്പൊ ടെസ്റ്റ് കേസസ് ഒക്കെ എഴുതില്ലേ ഡെവലപ്പേഴ്സ്, അതെല്ലാം നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് ഈ ഒരു ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഫോൾഡറിലായിരിക്കും. അപ്പോൾ എന്താ പറയാ, ഓട്ടോമേറ്റഡ് ടെസ്റ്റിംഗ് ഡീറ്റെയിൽസ് ഒക്കെ വരുന്നത് ഇവിടെയായിരിക്കും. ഇനി വരുന്നത് എന്താ, എൻവറോൺമെന്റ് ഫയലാണ്, ENV ഫയൽ. ഇവിടെയായിരിക്കും നമ്മുടെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ്, ക്രെഡൻഷ്യൽസ്, അതുപോലെ തന്നെ API കീസ്, സെൻസിറ്റീവ് ഡാറ്റ എല്ലാം നമ്മൾ സെറ്റ് ചെയ്യുന്നത് ഇവിടെയായിരിക്കും. ഇപ്പൊ DBന്റെ URL, അതിന്റെ യൂസർ നെയിം, പാസ്വേഡ്, അങ്ങനെ നമ്മുടെ ഒരു പ്രൊജക്ട് ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ സെൻസിറ്റീവ് ഡീറ്റെയിൽസ് എല്ലാം സെറ്റ് ചെയ്യുന്നത് ഇവിടെയായിരിക്കും. ഇപ്പൊ ഏതെങ്കിലും വേറൊരു ഫ്രെയിം വർക്ക് യൂസ് ചെയ്തിട്ടുള്ളവർക്ക് ENV ഫയലൊക്കെ അറിയായിരിക്കും. എൻവറോൺമെന്റ് സെറ്റപ്പ് ആണ് നമ്മൾ ഈ ഒരു ഏരിയയിൽ ചെയ്യുന്നത്.
പിന്നെ അതുപോലെ ഇമ്പോർട്ടന്റ് ആണ് വൈറ്റിന്റെ കോൺഫിഗറേഷൻ ഫയല്. വൈറ്റ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തപ്പോൾ പ്രീവിയസ് വീഡിയോയിൽ ലാലാവർ ഇൻസ്റ്റാൾ ചെയ്തപ്പോൾ തന്നെ നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏതെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള ജാവാ സ്ക്രിപ്റ്റിന്റെ അതായത് ഫ്രണ്ട് ആൻഡ് ഫ്രെയിംവർക്ക് വേണോന്ന്. അവിടെ നമ്മൾ വ്യൂവും റിയാക്റ്റും ഒക്കെ കണ്ടിട്ടില്ലേ, നമ്മൾ നന്നായിരുന്നു കൊടുത്തത്. ഡീഫാൾട്ട് ആയിട്ട് ഒന്നും നമ്മൾ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡീഫാൾട്ട് ആയിട്ട് ഈ ഒരു ലാരാവലിന്റെ ഫ്രണ്ട് ആൻഡ് ടൂൾ എന്ന് പറയുന്നത് ഈ ഒരു വൈറ്റിലായിരിക്കും. മെയിൻ ആയിട്ടുള്ള ഫ്രണ്ട് ആൻഡ് റിലേറ്റ് ചെയ്തിട്ടുള്ള കോൺഫിഗറേഷൻസ് ഇപ്പം ഫ്രണ്ട് ആൻഡ് അസറ്റ്സ് ഇല്ലേ, നമ്മൾ നേരത്തെ പറഞ്ഞ CSS ജാവാ സ്ക്രിപ്റ്റ് അതിനെല്ലാം പ്രോസസ് ചെയ്യുന്നത് ഇവിടെയായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ആപ്ലിക്കേഷന്റെ അഗെയിൻ നെക്സ്റ്റ് എൻട്രി പോയിന്റ് അതായത് ഫ്രണ്ട് ആൻഡ് എൻട്രി പോയിന്റ് എന്ന് പറയുന്നത് ഈ ഒരു വൈറ്റ് കോൺഫിഗ് ഫയൽ ആയിരിക്കും. ഡെവലപ്മെന്റ് സെർവർ സെറ്റിംഗ്സ് എസ്പെഷ്യലി ഫ്രണ്ട് എൻഡിന്റെ കേസിൽ വരുന്നത് ഇവിടെയായിരിക്കും. അതുപോലെ തന്നെ എന്താ പറയാ കമ്പൈലേഷൻ നമ്മൾ നേരത്തെ കണ്ട വ്യൂ ഒക്കെയില്ലേ അത് കമ്പൈൽഡ് ആയിട്ടായിരിക്കും, അതായത് ബിൽഡ് വരുന്ന സമയത്ത്. അപ്പൊ കമ്പൈൽഡ് അസറ്റ്സിനെ പ്രൊഡക്ഷൻ സൈഡിലേക്ക് പോകുന്ന സമയത്താണ് നമ്മൾ ഈ ഒരു ബിൽഡ് ജനറേറ്റ് ചെയ്യുന്നത്. നമ്മൾ നോക്കൂട്ടോ അതൊക്കെ. ഈ ഒരു കമ്പൈലേഷൻ ഹാൻഡിൽ ചെയ്യുന്നതൊക്കെ കമ്പൈലേഷൻ അസറ്റ്സിനെ ഹാൻഡിൽ ചെയ്യുന്നതൊക്കെ ഈ ഒരു config.js ഫയലിലായിരിക്കും. അപ്പൊ ഇതാണ് ഒരു ലാരാവലിന്റെ പ്രൊജക്ട് സ്ട്രക്ചർ. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് റൗട്ടിങ് ചെക്ക് ചെയ്യാം കേട്ടോ. അപ്പൊ ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് സെക്ഷനിൽ പറഞ്ഞാൽ മതി. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്